നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ എന്നുള്ള മക്ക മുശ്രിക്കുകളുടെ ആവശ്യത്തിന് മുൻപിൽ അവർക്കുള്ള മറുപടിയായിട്ടാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പറ്റി വ്യക്തമായൊരു ധാരണ നമുക്ക് ഈ സൂറത്ത് വഴി കിട്ടും. അപ്പോൾ ഇന്നത്തെ കേട്ടു നോക്കിയാലോ. ഈ സൂറത്തിനെ ഖുർആൻ്റെ മൂന്നിലൊരു ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഏക സിദ്ധാന്തം അല്ലെങ്കിൽ ദൈവത്വത്തിൻ്റെ ഏക സിദ്ധാന്തം വ്യക്തമാക്കുന്ന ഈ സൂറത്ത് തൗഹീദിൻ്റെ അനിവാര്യമായിട്ടുള്ളൊരു ആധാരമാണ്. അതുകൊണ്ട് ഈ സൂറത്തിൽ തീർച്ചയായും എല്ലാവർക്കും അള്ളാഹുവിനെ പറ്റിയുള്ള ആശങ്കകൾക്കൊരു മറുപടി ഉണ്ടെന്ന് നമുക്ക് കരുതാം. ഒന്ന് കേട്ടു നോക്കൂ. കുൽ എന്ന വാക്കുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. പൊതുവെ ഈ കുൽ എന്നുള്ള വാക്കുകൊണ്ട് തുടങ്ങുമ്പോൾ പറയുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സൂറത്ത് അവതരിക്കുമ്പോൾ കുൽ നിങ്ങൾ പറയൂ നബിയെ എന്നാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഹു അല്ലാഹു അഹദ്. അള്ളാഹു ആരാണ്? ഏകനാണ്. ഏകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായിട്ട് നമുക്ക് വേറെ ആളെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവൻ ഏകനായിട്ടുള്ള ഒറ്റ വ്യക്തിയാണ്. അള്ളാഹുവിന് ഇണയായോ തുണയായോ ഒരാളും അള്ളാഹുവിൻ്റെ പ്രവർത്തികളിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലും ഒന്നിലും നമുക്ക് അള്ളാഹുവിന് തുല്യമായിട്ട് ആരെയും കണക്കാക്കാൻ പറ്റില്ല. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന് തുല്യം അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു സമദ് എന്ന് പറയുമ്പോൾ സമദ് എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അവൻ മറ്റാരെയും ആശ്രയിക്കുന്നില്ല, എല്ലാവരും അള്ളാഹുവിൽ ആശ്രിതരാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സമദ് എന്ന വാക്കിന് എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന് പറയുമ്പോൾ അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ആർക്കും ജനിച്ചിട്ടുമില്ല. അള്ളാഹുവിന് സന്താനമുണ്ടെന്നുള്ള മക്ക മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ സത്യനിഷേധികളുടെ വാദത്തെ പൂർണ്ണമായും പൊളിച്ചടക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പുത്രനിൽ നിന്നും ദൈവപുത്രനായിട്ട് നമ്മൾ ആരെയും പരിഗണിക്കാൻ പാടില്ലെന്നുള്ള ഊന്നൽ നൽകിക്കൊണ്ട് അതിനുള്ള മറുപടിയാണ് ഈ ആയത്തുകളിലൂടെ വ്യക്തമാക്കുന്നത്. വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് തുല്യമായി മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ലോകം സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചം മുഴുവനായി പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹുവിനെ കൊണ്ട് മാത്രം കഴിയുന്ന കഴിവുകളാണ്. അവൻ്റെ കഴിവുകളിലോ അവൻ്റെ പ്രവൃത്തികളിലോ അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിപ്പിലോ അവൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് അതിൻ്റെ പങ്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൂടെ അതിൽ കൂടെ ഉൾക്കൊള്ളിക്കാനോ ഇന്ന ആളുടെ സഹായം കൊണ്ടാണ് അള്ളാഹു ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ആളുടെ ശുപാർശ കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കൊണ്ട് എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാമെന്നോ ഇത്തരത്തിലുള്ള ഒരു വാദങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. അവന് തുല്യമായി അവൻ മാത്രം ആരാധനക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്കും അർഹൻ അള്ളാഹു മാത്രമാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആണെങ്കിൽ അവനോട് മാത്രമേ നമ്മൾ സഹായം തേടാനും പാടുള്ളൂ. നമുക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനും നമ്മളുടെ കണ്ണീരിനൊക്കെ അറുതി വരുത്താനും ആർക്ക് മാത്രം കഴിവുള്ളൂ? അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ആ സത്യം മനസ്സിലാക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന് തുല്യമായി മറ്റുള്ളവരെ പങ്കുചേർക്കൽ ശിർക്ക് എന്ന വൻ പാപത്തിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അങ്ങനത്തെ ഒരു തെറ്റിൽ നമ്മളാരും പോയി പെടാതിരിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിന് തുല്യമായി അള്ളാഹു മാത്രമാണെന്നുള്ളത് കൂടിയാണ് ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കളവാക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ശക്തികളിൽ മറ്റുള്ളവരെ പങ്കുചേർത്ത് അങ്ങനത്തെ രീതിയിലുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് തക്കതായ മറുപടി ഈ സൂറത്തിലൂടെ നൽകുകയാണ്. അപ്പോൾ ഈ 5 ആയത്തുകളിലുള്ള വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനെ പറ്റി നമുക്ക് വ്യക്തമായൊരു ചിത്രം നൽകുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ബഹുദൈവാരാധനയും അതുപോലെ തന്നെ ഇസ്ലാമിൽ തൗഹീദ് മുറുകെ പിടിക്കാത്ത ചില അന്ധവിശ്വാസങ്ങൾക്കുമുള്ള മറുപടിയായിട്ട് തക്കതായിട്ടുള്ള താക്കീതായിട്ടും ഈ സൂറത്തിനെ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും ഏകദൈവ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ മറ്റാരെയും പങ്കു ചേർക്കാതെ മുന്നോട്ട് പോകാനും ദൈവത്തിന് പുത്രനുണ്ടെന്നും പങ്കാളികളുണ്ടെന്നുമുള്ള പോലത്തെ വാദങ്ങളെ പൊളിച്ചടക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം.